കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കണേ. ഇമാമും ജമാഅത്തുമായി തന്നെ നമസ്കരിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജമാഅത്ത് നമസ്കാരത്തിന്റെ മഹത്വം എൻ്റെ സമുദായം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവനാ ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നത് വലൗകാന ഹബ്വാ, അവൻ മുട്ടിൽ ഇഴഞ്ഞ് 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 നടക്കാൻ കഴിയില്ല എങ്കിലും ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവൻ പള്ളിയിലേക്ക് വരുമായിരുന്നു കേട്ടോ. അത്രത്തോളം മഹത്വമാ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 മടങ്ങ് പ്രതിഫലമാണ് ജമാഅത്തായി നമസ്കരിക്കുന്നതിന് അല്ലാഹു നൽകുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പോലും ജമാഅത്ത് നമസ്കാരം മുടക്കിയ ചരിത്രമില്ല. ചില സാഹചര്യങ്ങൾ ഒഴികെ ബാക്കി നാട്ടിലുള്ള സമയത്ത് മുഴുവനും ജമാഅത്തായി തന്നെയാണ് നമസ്കരിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മളും ജമാഅത്തായി പള്ളിയിലേക്ക് വരണമേ. വെറുതെയല്ല കേട്ടോ, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ബാങ്ക് വിളിക്കുമ്പോ വീട്ടിൽ നിങ്ങൾ ഒളിവെടുക്കണേ, നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കണേ. ആ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് നമസ്കാരത്തിന്റെ ഇടയിൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ശാരീരികമായ മാനസികമായ സകലമാന പ്രയാസങ്ങൾക്കും പരിഹാരം ദുആയാണ്. ദുആയിക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം ഹബീബായ തങ്ങൾ പറഞ്ഞത് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലാണ്. ആരാണോ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ഫർദ് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ ആരാണോ അവരുടെ ദുആ അല്ലാഹു തട്ടിക്കളയൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അവിടെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് ദുആ ഏത് ദുആ ചെയ്യണമെന്നറിയോ? ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ. അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയം അതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് നൽകിയ ഈ ആരോഗ്യമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയാൽ, അതിൽ ന്യൂനത വന്നു പോയാൽ റാഹത്തായി നടക്കാനും ഓടാനും നമസ്കരിക്കാനും ഇബാദത്തെടുക്കാനും നമ്മുടെ കുടുംബത്തെ പോറ്റാനും നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യത്തിന് വേണ്ടി ചോദിക്കണേ. അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കണേ. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുമ്മ ആഫിനാ ഫി അബ്ദാനിനാ, അല്ലാഹുമ്മ ആഫിനാ ഫി അബ്സാരിനാ, അല്ലാഹുമ്മ ആഫിനാ ഫി അസ്മാഇനാ ലാ ഇലാഹ ഇല്ലാ അൻത. നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം എന്താ അല്ലാ, ഞങ്ങളുടെ കണ്ണുകൾക്ക് ആരോഗ്യം എന്താ പടച്ചവനെ, ഞങ്ങളുടെ കാതുകൾക്ക് ശക്തി താ അല്ലാ, നീയല്ലാതെ മറ്റാരുമില്ലതാ. ഈ ദുആ ചെയ്യൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലാ. അതുകൊണ്ട് ഒരാൾ ബാങ്ക് വിളിച്ചാൽ വീട്ടിൽ നിന്ന് ഒളിവെടുത്ത് പള്ളിയിലേക്ക് നടന്നു വരണേ. അവർ ഓരോ ചുവട് വെക്കും തോറും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദറജ ഉയർത്തുകയും അവന്റെ പാവങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒളിവെടുത്തിട്ട് പള്ളിയിലേക്ക് വരണം. അനുകൂലി കിട്ടുന്ന കാര്യം, ചെറിയ കാര്യമല്ല. ബശ്ശിരിൽ മശായീൻ ബിന്നൂരി താമി ഫിൽഉലമി യൗമൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹി. പള്ളിയിലേക്ക് നടന്നു വരുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അവർക്ക് നല്ല പ്രകാശം കൊണ്ട്, നല്ല ശോഭയെ കൊണ്ട്, ജ്വലിക്കുന്ന പ്രകാശത്തോടെ നാളെ ആഖിറത്തിലേക്ക് അവർ കടന്നു വരുമത്രേ. അവരാരാണെന്നറിയോ? വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് മസ്ജിദിലേക്ക് നടന്നു വരുന്നവരാണ്. ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ലത്.
വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് പള്ളിയിലേക്ക് നടന്നു വരണേ. അവരുടെ ഓരോ ചുവടുവപ്പിനും അള്ളാഹു പാവങ്ങൾ പുറത്തു കൊടുക്കുകയും ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുകയും ചെയ്യുമത്രേ. പള്ളിയിലേക്ക് വരണം, ഏറ്റവും വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും, പള്ളിയിൽ നിന്ന് കൊടുക്കലല്ല, വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നടന്നു വരുമ്പോൾ അതിൻ്റെ സ്വഭാവം. ഇനി വണ്ടിയിൽ വന്നാലും കാറിൽ വന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാലഘട്ടം വരെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പണ്ടൊക്കെ മഹാന്മാര് സ്വാലിഹ്യങ്ങൾ നടന്ന് പള്ളിയിലേക്ക് വരുമായിരുന്നു. ഇന്നത്തെ ജനങ്ങളൊക്കെ ബൈക്കിലും കാറുകളിലുമാണ് പള്ളിയിൽ വരുന്നത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും ചർച്ച ചെയ്യാതെ പോയിട്ടില്ല. ഒരു കാലഘട്ടം യഅതി അലന്നാസി സമാൻ, എന്റെ സമുദായത്തിന്റെ മേലൊരു കാലം സംജാതമാകുമത്രേ. യഅതൂനൽ മസാജിദ യഅതൂന അലാ അബ്വാബിൽ മസാജിദ് ബിൽ മയാസിരി ഔ കമാ ഖാല അലൈഹിസ്സലാം. ഒരു കാലം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകാതെ ലോകം അസ്തമിക്കുകയില്ല സ്വഹാബത്തേ. അതേത് കാലമെന്നറിയോ? ആ കാലഘട്ടത്തിൽ പള്ളികളിൽ ജനങ്ങൾ ആഡംബര വാഹനങ്ങളിലായിരിക്കും നമസ്കരിക്കാൻ വരിക. അങ്ങനെ ഒരു കാലം എന്റെ സമുദായം കാണാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല. യഅതൂന അലാ അബ്വാബിൽ മസാജിദ് ബിൽ മയാസിരി, ആഡംബര വാഹനങ്ങൾ പള്ളികളുടെ തിരുമുറ്റത്തിലെത്തുന്ന ഒരു കാലം വരും. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല. ശരിയല്ലേ? പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ നോക്ക് എത്ര വണ്ടികളാണ്, ഏതെല്ലാം സൈസിലെ വണ്ടികളാണ്. 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുത്ത് നമ്മളോട് പറഞ്ഞിട്ട് പോയ വാക്കാ. 21-ാം നൂറ്റാണ്ടിൽ നഗ്നനേത്രങ്ങളെ കൊണ്ട് നമ്മൾ കാണുന്ന സത്യമല്ലേ? ഏത് പള്ളിയിലും പോയി നോക്ക്, 2 ലക്ഷത്തിന്റെ ബൈക്ക്, 5 ലക്ഷത്തിന്റെ ബൈക്ക്, 10 ലക്ഷത്തിന്റെ ബൈക്ക്, 30 ലക്ഷത്തിന്റെ ബൈക്ക് വരെയുണ്ട്. ഹയാമുസ 10-30 ലക്ഷത്തിന്റെ വരെ ബൈക്കുണ്ട്, 50 ലക്ഷത്തിന്റെ കാറുകൾ. ഈ വാഹനങ്ങളിലാണ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. അവർക്ക് കൂലി കിട്ടുമ്പോൾ കൂലി കിട്ടുക പറയാൻ പറ്റൂല. അപ്പൊ നടന്ന് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പൊ ആരാ നടന്ന് പള്ളിയിലേക്ക് വരിക? ഇപ്പൊ ചൂട് ഭയങ്കരമായിട്ട് ചൂട്. അല്ലാഹു അക്ബർ. ളുഹറിന് പള്ളിയിലേക്ക് വരലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചൂട്. ഭാര്യ പറയും പോകല്ലേ ഇച്ചാ പോകല്ലേ, ഭയങ്കരമായിട്ട് ചൂടല്ലേ, പോകരുതേ. പള്ളിയിലേക്ക് പോകാൻ സമ്മതിക്കൂല. വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ ഖുൽ നാറു ജഹന്നം അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. യുദ്ധത്തിന് പോകാൻ പോയപ്പോ അറബികളോട് അവരുടെ പെണ്ണുങ്ങൾ പറഞ്ഞു പോകല്ലേ ഭയങ്കരായ ചൂടാ, നിങ്ങൾ അതിൽ പോയി തലവെച്ച് കൊടുക്കല്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും, മരിച്ചു പോകും, അതുകൊണ്ട് പോകരുത് എന്ന് കുടുംബക്കാര് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, നബിയെ അവരോടൊന്നും പറഞ്ഞു കൊടുക്കണം കേട്ടോ. നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഈ കാണുന്ന ചൂടിനേക്കാൾ 69 ഇരട്ടി ഫുള്ളിലത്ത് അലൈഹിന്ന 69 ലഅഫാ, 69 ഇരട്ടി അധികമായി കത്തിക്കപ്പെടുന്ന ചൂടാണ്. മൊത്തം 70 ഇരട്ടി ചൂടാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എങ്കിൽ ഓർക്കണം കേട്ടോ, ഈ കാണുന്ന ചൂടിനേക്കാൾ കടുപ്പമാണ് നരകത്തിലെ ചൂടെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ കാണുന്ന ചൂടല്ല. ഈ ചൂടില് പള്ളിയിൽ പോകാൻ നമുക്ക് മടിയാ. നാളെ ആഖിറത്തിൽ നമ്മുടെ തലയ്ക്ക് മീതെ സൂര്യൻ നിൽക്കുകയാണ്. അവർ ആകാശത്തേക്ക് നോക്കുകയാ. അവന്റെ കണ്ണ് തലയുടെ മുകളിലാ. അവന്റെ ശരീരമാസകലം ഉരുകി അവൻ ഇതാ വിയർക്കുകയാണ്. അവിടെ ആര് AC തരാൻ, അവിടെ ആര് കൂളർ തരാൻ, അവിടെ ആര് വീശിത്തരാൻ, അവിടെ ആര് വെള്ളം തരാൻ. യാ വനാദൗ യാ മാലിക് ലിയഖ്ളി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ. 40 വർഷക്കാലത്തോളം എരിപൊരി കൊള്ളുന്ന ചൂടിൽ നിന്നിട്ട് വിചാരണയ്ക്ക് വിധേയരായി നിൽക്കുമ്പോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മാലിക് റളിയല്ലാഹു തആല അൻഹു, മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നമ്മൾ പരാതിപ്പെടുകയാണ്, മാലിക്കേ ഈ ചൂടിൽ നിന്ന്
നിന്നൊന്ന് രക്ഷയ്ക്ക് വേണ്ടി എത്രയും വേഗം ഞങ്ങളുടെ വിചാരണയൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടി തൻ്റെ റബ്ബിനോട് ഒന്ന് നിർദ്ദേശിക്കണേ, ഒന്ന് പറയണേ. 40 വർഷം ആ മാലിക്കിനോട് നമ്മൾ അപേക്ഷിക്കുമ്പോഴാണ് ആ മാലിക് വന്ന് നമ്മളോട് മറുപടി പറയുന്നത്, ഖാല ഇന്നകും മാകിസൂൻ, മിണ്ടരുത് കേട്ടോ, അങ്ങനെ തന്നെ നിങ്ങൾ നില ഉറപ്പിക്കണേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അളില്ലനാ തഹത ളില്ലി അർശിക യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക്. നാളെ അല്ലാഹുവേ നിന്റെ തണലില്ലാത്ത ഒരു ദിവസമുണ്ട്. ആ സമയത്ത് ഞങ്ങളെ നിന്റെ അർശിന്റെ തണലിൽ പാർപ്പിക്കണേ അല്ലാഹ്. ഇവിടെ ചൂട് പള്ളിയിൽ പോവില്ല, ചൂട് വാളിന് പോവില്ല, ദീനിന്റെ കാര്യങ്ങൾക്ക് വിടൂല, ചൂടെന്ന് പറഞ്ഞു നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും കൊടുംചൂടിലെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവൻ ആ വെയിൽ കാണുമ്പോൾ അവൻ പറയണം, അല്ലാഹു അക്ബർ മാ അശദ്ദു ഹാദൽ ഹർ, പടച്ചവനെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ആ കൊടുംചൂടിൽ ഒരാൾ പള്ളിയിലേക്ക് നടന്നു വന്നിട്ട്, പടച്ച റബ്ബേ ഇത് വല്ലാത്ത ചൂടാണല്ലോ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തിലെ ചൂടിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ എന്ന് ആരെങ്കിലും ആ സമയത്തൊന്ന് ദുആ ചെയ്താൽ അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ചൂടാണ്, അല്ലാഹു അക്ബർ, എന്താ ചൂടിത് എന്ന് പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്യണം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ചൂടിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വെയിൽ തന്നെ പറയണം, വെയിൽ വന്നിട്ട് പറയണം, അല്ലാഹ് ഈ ചൂട് ഇങ്ങനെയാണെങ്കിൽ നാളെ ആഖിറത്തിലെ ചൂട് എന്തായിരിക്കും, നാളെ ആഖിറത്തിലെ ചൂട് എന്തായിരിക്കും, ആഖിറത്തിലെ ചൂട് ഭയങ്കരമായിരിക്കുമല്ലോ പടച്ചവനെ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ചൂടിനെ ഓർത്തിട്ട് അല്ലാഹു ആ ചൂടിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. ആ സമയത്ത് നമസ്കാരമില്ലാതെ പള്ളിയുടെ പരിസരത്തുള്ളവർക്ക് ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, മസ്ജിദിന്റെ പരിസരത്തുള്ളവർക്ക് മസ്ജിദിലല്ലാതെ നമസ്കാരമില്ല. ഒരു പള്ളിക്ക് തന്നെ വരണം, ഒരു പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കണം. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലിയാർ തങ്ങളുടെ വാക്കാണ് റളിയല്ലാഹു അൻഹു, പള്ളിയുടെ അരികിൽ വീടുണ്ടായിട്ട് ഒരാൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കാതെ സ്വല്ലാ ഫീ ബൈത്തിഹി, അവനവൻ്റെ വീട്ടിൽ നമസ്കരിച്ചാൽ അവൻ്റെ നമസ്കാരം ശരിയാവുകയേ ഇല്ല. ഫഹുവ ലാ യുസല്ലി, അവൻ നിസ്കരിച്ചിട്ടേ ഇല്ല എന്നാണ് അലി റളിയല്ലാഹു തആലയുടെ വാക്കാണ്. പള്ളി അടുത്തുണ്ടായിട്ട് പള്ളി നിസ്കരിക്കാൻ പുറയിൽ നിസ്കരിക്കാം, പിന്നെ എന്തിനു വേണം പുറയിൽ നിസ്കരിച്ചാൽ? പുറയിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കട്ടെ, പള്ളിയിൽ ആണുങ്ങൾ നിസ്കരിക്കട്ടെ. അല്ലേ? ആണുങ്ങളെ നിങ്ങൾ പള്ളിയിൽ വരാതിരുന്നാൽ പെണ്ണുങ്ങന്മാർ നിങ്ങളെ പള്ളി പിടിച്ചടക്കും. അപ്പം അങ്ങനെ സംഭവിക്കാൻ പോണതിൻ്റെ നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പറ്റൂല എങ്കിൽ പെണ്ണുങ്ങന്മാരെ ഒന്ന് ഏൽപ്പിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്, മുക്രിച്ചായും ഖത്തീബിച്ച ഒക്കെ അവർ തന്നെയാവും. അവർ തന്നെ വന്ന് പള്ളിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമൊക്കെ പെണ്ണുങ്ങൾ ഏറ്റെടുക്കും. കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് തൃശ്ശൂർ ജില്ലയിൽ കമ്മിറ്റിയിലെ പെണ്ണുങ്ങളുണ്ട്, ഇല്ലേ? വാട്സപ്പിൽ കണ്ടില്ലേ? കണ്ട ഉസ്താദ് കണ്ടില്ലേ? എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും. തൃശ്ശൂർ ജില്ലയിലെ പെണ്ണുങ്ങൾ കമ്മിറ്റിയിലുണ്ട്. പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തം ആര് വഹിക്കുന്നുവോ ആ സമുദായം വിജയിക്കാൻ പോകുന്നില്ല. അപ്പൊ അത് കമ്മിറ്റിക്കാർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പെണ്ണുങ്ങളെ താത്ത എടുത്ത് വയ്ക്കും. പ്രസിഡന്റിൽ മറ്റേ പഞ്ചായത്തിലൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ അവർക്ക് ബോറടിക്കൂലല്ലോ, റാഹത്താ ടിക്കറ്റ്. ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റി കൂടാനൊക്കെ എപ്പോഴും ആഴ്ചയിൽ മാസത്തിൽ 2 കമ്മിറ്റി കൂടുമ്പോൾ ഇവിടെ ആഴ്ചയിൽ 2 കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു കാലം വരും. നബിതങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ അല്ലേ, തൃശ്ശൂർ ജില്ലയിലുള്ള സംഭവമാണ്. സ്ഥലപ്പേര് പറയാൻ പറ്റില്ല, എല്ലാം ഓൺലൈനിലല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കല്ലേ, എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, കാലഘട്ടം അങ്ങനെ ഉണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞു. അപ്പോൾ സംഭവിച്ചു, എല്ലായിടത്തുണ്ട്, സംഭവിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ എന്താവും സംഭവം? അവർ പിടിച്ചടക്കും. അതുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞു. ചില മഹല്ലുകളിൽ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകളില്ലാത്തതുകൊണ്ടല്ല, നിസ്കരിക്കാൻ ആരും വരാത്തത് കൊണ്ട് പള്ളി കമ്മിറ്റിക്കാരുടെ തീരുമാനം ഒരു 10 മുത്തഅല്ലിമീങ്ങളും മുദർരിസിനെ ആവശ്യമുണ്ട്.
നേർച്ച ഈ മുസീബത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഈ നാട്ടുകാരെ ആരും നാളെ അള്ളാഹ് ശിക്ഷിക്കാറ് മുത്തഅല്ലിമീങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ. അതിനുവേണ്ടി ദറസ്, അല്ലാതെ ഒരു ദറസല്ല. ഇവിടെ പള്ളിയിൽ ആരുമില്ല നിസ്കരിക്കാൻ. അതുകൊണ്ട് 20 മുത്തഅല്ലിമീങ്ങൾ 30 മുത്തഅല്ലിമീങ്ങളുള്ള മുദരിസ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ ചേർത്ത് ഒരു പള്ളിയിൽ സംവിധാനം ഒരുക്കുന്ന സാഹചര്യമാണ് ഇന്ന്. നിസ്കരിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല, നിസ്കരിക്കാൻ വയ്യ, പിന്നെ കുട്ടികൾ നിസ്കരിക്കാൻ. ഇനി മുത്തഅല്ലിമീങ്ങൾ വന്നാലോ, അപ്പോൾ ഈ കാക്കാമാരൊക്കെ വരും, നിസ്കരിക്കാത്ത ഈ കുറേ ഇച്ചാന്മാരൊക്കെ വന്നിട്ട് ഓടാൻ പറ്റൂല. അപ്പോൾ അങ്ങോട്ട് നടന്ന അവനെ കുറ്റം, ഇങ്ങോട്ട് നടന്നാൽ കുറ്റം, ഉസ്താദ് വന്നിട്ടുണ്ടോ എന്ന് കുറ്റം, ഉസ്താദ് എവിടെ പോയി, ആ കുട്ടി ഒന്നെടുത്ത് അത് പിന്നെ പ്രശ്നമായി. ഉള്ള ദർസും കൂടെ അവിടെ ബാത്തിലാക്കികളെ. നമുക്ക് അതിനു വേണ്ടിയുള്ള ദർസ്, ഇവിടെ നമ്മുടെ പള്ളി സംരക്ഷിക്കാനല്ല ദർസ്, നമുക്ക് ദർസ് ആവശ്യമാണ്. ഇൽമിയായിട്ട് നമുക്ക് ദർസ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ മക്കൾക്ക് ദീനി ബോധം ഇല്ലാത്തതുകൊണ്ടല്ലേ നിസ്കാരം ഇല്ലാത്തത്. ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഈ സദസ്സിലിരിക്കണമെങ്കിൽ അവരുടെയൊക്കെ പിതാക്കന്മാർ ആലിമീങ്ങളായെങ്കിൽ മുൻഗാമികളായ മഹാരഥന്മാർ അവർക്കൊക്കെ ഇൽമ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടല്ലേ, ആ അറിവ് പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ പേരിലല്ലേ ഇന്ന് ഇവിടെ ധാരാളം ദറസുകളും അറബി കോളേജുകളും ഒക്കെ സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വന്നത്. അന്ന് ആ ഇൽമിൻ്റെ ഗേഹം അവർ തുടങ്ങി വെച്ചത് കൊണ്ടാ. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ എല്ലാ സംവിധാനങ്ങളുമുണ്ട്, സാമ്പത്തികമായി സ്രോതസ്സും കഴിവും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാ ഇന്ന് കഞ്ചാവിനും പാട്ടുകൾക്കും ഗാനമേളകൾക്കും അഡിക്റ്റായിട്ട് നമ്മുടെ മക്കൾ അതപ്പതിച്ചു പോയത്. ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അങ്ങനെ ഇൽമു പഠിപ്പിക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ ഈ സമുദായം ശരീഅത്തിൽ നിന്ന് അടർന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. لا تزال الأمة على شريعة حسنة ما لم يظهر فيهم ثلاث. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, 3 കാര്യങ്ങൾ വെളിപ്പെടാത്തിടത്തോളം കാലം, 3 കാര്യങ്ങൾ പരസ്യമാകാത്തിടത്തോളം കാലം എൻ്റെ സമുദായം ശരീഅത്തുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുമത്രേ. എന്നാണോ അത് നിലവിൽ വന്നത്, എൻ്റെ സമുദായം ശരീഅത്തിൽ നിന്ന് അടർന്നു പോകും. ഒന്ന്, മാലം പിടിക്കപ്പെടാത്ത ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിൽ നിലനിന്നാൽ എൻ്റെ സമുദായം പിഴച്ചു പോകൂല സ്വഹാബത്തേ. അതായത് ദീനീ ദറസുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം, മദ്രസകൾ നിലനിൽക്കുന്നിടത്തോളം കാലം, ദീനിൻ്റെ പ്രഭാഷണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം, ദീനിൻ്റെ സംരംഭങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സമുദായം പിഴച്ചു പോകൂല എന്ന് ലോകത്തിൻ്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതാണ് അതിൻ്റെ അർത്ഥം. ഇൽമ് വേണം. ഇൽമ് പഠിപ്പിക്കപ്പെടാത്ത ഒരു കാലഘട്ടം വന്നാൽ അന്ന് ലോകം തകർന്നു. മദ്രസയിൽ നിന്ന് മക്കളെ പഠിക്കാൻ തയ്യാറല്ലാതെ വന്നപ്പോൾ കഞ്ചാവിന് അഡിക്റ്റായി മക്കൾ മാറിയില്ലേ. ഇൽമ് പഠിക്കാൻ തയ്യാറില്ല. മദ്രസയിൽ പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് വലിയ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അതിൻ്റെ പേരിൽ എന്ത് സംഭവിക്കുന്നു? മക്കൾക്ക് ഇൽമില്ല. മാതാപിതാക്കൾ മക്കളെ കൊന്നുകളയുന്ന കാലഘട്ടമായി മാറിയില്ലേ. അതും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുവിൻ്റെ റസൂൽ അവിടെയും വിട്ടുപോയിട്ടില്ല കേട്ടോ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ ഹത്താ യക്സുറൽ ഹറജു. ഒരു കാലഘട്ടം വരും സ്വഹാബ, ആ കാലഘട്ടത്തിൽ കൊലയും കള്ളവും അധികരിക്കുന്ന കാലഘട്ടമായിരിക്കും സ്വഹാബത്തെ. ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാ, അക്സർ മിമ്മാ നഖ്തുലു യാ റസൂലല്ലാഹ്, ഇന്ന് നമ്മൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുമോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല സ്വഹാബ, ഇന്ന് നമ്മൾ കൊല്ലപ്പെടുന്നത് ദീനിന്റെ പേരിലാണ്, ജിഹാദിന്റെ പേരിലാണ്, ധർമ്മസമരത്തിന്റെ പേരിലാ ഇന്നിവിടെ വധിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത് എങ്കിൽ ഒരു കാലഘട്ടം വരും അവിടെയുള്ള കൊല എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹത്താ യഖ്തുലർ റജുലു അബാഹു വയഖ്തുലുർ റജുലു ഉമ്മഹു വയഖ്തുലുർ റജുലു അഖാഹു വയഖ്തുലുർ റജുലു ജാറഹു വയഖ്തുലുർ റജുലു ഇബ്ന അമ്മിഹി ഔ കമാ
കമാ ഖാല അലൈഹിസ്സലാം. വാപ്പാനെ കൊല്ലുന്ന മക്കൾ ഉണ്ടാകും സ്വഹാബത്തെ, വാപ്പാനെ കൊന്നുകളയുന്ന മക്കൾ ഉണ്ടാകും സ്വഹാബ, ഉമ്മാനെ കൊന്നുകളയുന്ന മക്കൾ ഉണ്ടാകും സ്വഹാബ, അയൽവക്കക്കാരെ കൊന്നുകളയുന്ന മക്കൾ ഉണ്ടാകും സ്വഹാബത്തെ, സ്വന്തം സഹോദരനെ കൊല്ലുന്ന മക്കൾ ഉണ്ടാകും, സ്വന്തം സഹോദരനെ വയഖ്തുലുർ റജുലു അഖാഹു, അവന്റെ സ്വന്തം സഹോദരനെ കൊല്ലുന്ന കാലം വരും സ്വഹാബത്തെ, വയഖ്തുലു ജാറഹു, അയൽവക്കത്തുള്ളവരെ കൊല്ലുന്ന കാലം വരും സ്വഹാബ. 1000 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂട് സംഭവിച്ചില്ലേ? വാപ്പായെ കൊല്ലാൻ കിട്ടിയില്ല, ഉമ്മായെ കൊല്ലാൻ നോക്കി മരിച്ചില്ല, സ്വന്തം സഹോദരനെ കൊന്നില്ലേ, അയൽവക്കക്കാരിയായ കാമുകിയെ കൊന്നില്ലേ, കൊച്ചാപ്പായുടെ മക്കളെ, കൊച്ചാപ്പായുടെ ഭാര്യയെ, ഇളയാപ്പാന്റെ ഭാര്യയെ, ഇളയാപ്പായെ ഒക്കെ വധിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത് ഇതാ പുലർന്നുകൊണ്ടിരിക്കുകയാ. ഒരു കാലം വരും സ്വഹാബ, ആ കാലഘട്ടത്തിൽ കൊല അധികരിക്കുന്ന കാലമായിരിക്കും കേട്ടോ. 2024 ഡിസംബർ 31 അർദ്ധരാത്രിയോടുകൂടി ഇതാ 2024 വിട പറയുകയാണ്. 2025 ജനുവരി 1 ന്യൂ ഇയർ ലോകം കണ്ടത് തൃശ്ശൂർ ജില്ലയിലെ തേക്കുംകാട് മൈതാനിയിലെ 2 കമിതാക്കളുടെ കൊലയോടുകൂടിയിട്ടാണ്. അവിടം കൊണ്ട് തുടങ്ങിയ കൊല ഇന്നലെ വരെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. 2025 പിറവിയെടുത്തതിനു ശേഷം എത്ര കൊലകളും യുദ്ധങ്ങളുമാണ് ഈ ലോകം സാക്ഷ്യം വഹിച്ചത്. ഹബീബായ തങ്ങൾക്ക് തെറ്റുപറ്റിയോ? ഇല്ല. സദഖ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ തെറ്റുപറ്റിയിട്ടില്ല. വിധങ്ങൾ പറഞ്ഞത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്നത്തെ കൊലയല്ല ഇന്നത്തെ കൊല. ഇന്നും മക്കൾ വാപ്പായ ഉമ്മായെ കൊല്ലും, ഭാര്യ ഭർത്താവിനെ കൊല്ലും, ഭർത്താവ് ഭാര്യയെ കൊല്ലും, ജ്യേഷ്ഠൻ അനുജനെ കൊല്ലും, അനുജൻ ജ്യേഷ്ഠനെ കൊല്ലും, ആങ്ങള പെങ്ങളെ കൊല്ലും, പെങ്ങൾ ആങ്ങളയെ കൊല്ലും. കാലം അങ്ങനെയായി. لا تقوم الساعة حتى أدنى صديقه وأقصى أباه. ബോയ് ഫ്രണ്ടിനെ ഗേൾ ഫ്രണ്ടിനെ ചേർത്ത് പിടിച്ചിട്ട് മാതാപിതാക്കളെ പുറംകാല് കൊണ്ട് തള്ളിക്കളയുന്ന കാലം വരാതെ ലോകം അസ്തമിക്കില്ല സ്വഹാബത്തെ. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഇൽമില്ല. ഈ മക്കൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണേ. ഇവിടെ ഈ നാട്ടിലൊക്കെ എത്ര വലിയ അൽഹംദുലില്ലാഹ് ഇത്ര വലിയ മഹത്തുക്കൾ ഇവിടെ നാട്ടിൽ ജീവിച്ചവരാണ്, മരണപ്പെട്ടവരാണ്, സാക്ഷ്യം വഹിച്ചവരാ. നമ്മുടെയൊക്കെ നാട് നന്നാവാൻ ഇൽമിൻ്റെ ഗേഹം തുറന്നു വെക്കണം, ഇവിടെ പഠിപ്പിക്കണം. നമ്മളൊക്കെ ഉറൂസിൻ്റെ ഒക്കെ പേരിൽ എത്ര പൈസകളാണ് നമുക്ക് വരുമാനമുള്ളത്. ആ വരുമാനം നമുക്ക് നല്ല മാർഗത്തിൽ ചെലവാക്ക്. ഓരോ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളിൽ ആ മഖാമിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് എത്രയോ ദറസുകൾ ഇന്ന് കേരളത്തിൽ നടന്നു പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ഈ ഉളയം മഖാമിലും ഈ മഹല്ലത്തിലും ഇൻഷാ അല്ലാഹ് ഒരു ദർസി സംവിധാനം ഉണ്ടാകണമെന്ന് വിനീതമായി ഈ ജമാഅത്തിന്റെ ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുകയാണ്. സെക്രട്ടറി അല്ല പ്രസിഡന്റ് അടക്കം നമുക്കതിന് ഭാഗ്യം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഇല്ലേ വേണ്ടേ? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ മഹാന്മാരൊക്കെ ഇല്ലേ, ഇതൊക്കെ സാക്ഷ്യം വഹിച്ചവരാണ്. അപ്പം നമുക്കൊരു ദർസ് സംവിധാനം വേണം. അൽഹംദുലില്ലാഹ് അതിന് നല്ല കാലാവസ്ഥയാണ്, നല്ല പുഴയും നല്ല കാറ്റും. അൽഹംദുലില്ലാഹ് നല്ല അന്തരീക്ഷത്തിൽ നമുക്കിവിടെ ഒരു ദർസ് സംവിധാനം. ഇൽമ് പഠിക്കട്ടെ മക്കൾ, ഖുർആൻ പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ, ശരീഅത്ത് പഠിക്കട്ടെ. അതിനുവേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കണം. അത് ഏത് ജമാഅത്ത് ഏത് വർഷത്തിൽ ഏത് കമ്മിറ്റി ഭാരവാഹികൾ അത് നടപ്പിലാക്കുന്നോ കാലാകാലം വരെ അവർക്ക് അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ വർഷത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാർ തുടങ്ങി വെച്ചതാണ്, പേര് കിട്ടും. പണ്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കും ദർസ് അല്ലേ? പണ്ടൊക്കെ ഉണ്ടായിരുന്നോ? മാഷാ അല്ലാഹ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. അതാ ഞാൻ പറഞ്ഞത്, മാലം യുഖ്ബൽ മിൻഹുൽ ഇൽമു. ഇൽമു പിടിക്കപ്പെടാതിരുന്നാൽ ശരീഅത്ത് നിലനിൽക്കും. ഇൽമു പിടിക്കപ്പെട്ടാൽ ശരീഅത്തിൽ നിന്ന് മക്കൾ അടർന്നു പോകും. എന്ന് പറഞ്ഞാൽ ഇൽമു പഠിപ്പിക്കാൻ ആളില്ല, ഇൽമിന് പഠിക്കാനുള്ള സാഹചര്യമില്ല. അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ ഈ സമുദായം ശരീഅത്തിൽ നിന്ന് ചോർന്നു പോകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് കഞ്ചാവിന് അഡിക്റ്റ് ആരാ?
നമ്മുടെ കൗമുകളെ നമുക്ക് ഈ ടി വി ഉള്ളത് കൊണ്ട് പറയാൻ പറ്റില്ല, നാണക്കേടാണ്. എവിടെ നമ്മൾ പേരെടുത്താലും ബർക്കത്തിന് നമ്മുടെ കൗമിൻ്റെ പേര് കാണും. ഒരു ബർക്കത്തിന് 2 അതിനകത്ത് കാണും എവിടെ നോക്കിയാലും. എന്നാൽ എത്ര നിഷിദ്ധമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ച് ഖുർആൻ പഠിപ്പിച്ച വാക്കാത് എത്ര നിഷിദ്ധമാണ്. നമ്മളതൊന്ന് ചിന്തിക്കണ്ടേ. എൻ്റെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നില്ല. ലഹരിയെക്കുറിച്ചൊക്കെ പിന്നീട് തന്നെ ഒരുപാട് ഉസ്താദന്മാരൊക്കെ പ്രഭാഷണത്തിന്. എൻ്റെ വിഷയം നിസ്കാരമാണ്. പക്ഷേ ഈ നിസ്കരിക്കണമെങ്കിൽ അതിനുള്ള ഇൽമു വേണ്ടേ? ഇൽമു വേണ്ടേ? ഇൽമില്ലാതെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഒതു കൊടുക്കണ്ടേ? ഒതു എന്താണെന്നറിയോ? എങ്ങനെ ഒതു കൊടുക്കാമെന്നറിയോ? ഒതുവിൻ്റെ ഫർള് ഷർത്ത് അറിയോ? അതിൻ്റെ അദബറിയോ? മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഒതുവെടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ വരെ പഠിപ്പിക്കുന്നു. നിസ്കരിക്കാൻ വേണ്ടി ഒതു കൊടുക്കുക. നമ്മളെങ്ങനെയെങ്കിലും എന്തപ്പോൾ ഒതു എടുക്കാണ്? കുൻഫു കരാട്ടയാ ഒതു എടുക്കാൻ വേണ്ടി. ഒതു എടുക്കാൻ വേണ്ടി എന്നിട്ട് ഒതു കൊടുക്കുമ്പോൾ സംസാരം. ഒതു കൊടുക്കുമ്പോൾ എന്താ ഇപ്പം ആരാ ഭരിക്കുന്നത്? നിങ്ങളുടെ അവിടുത്തെ കമ്മിറ്റി എങ്ങനെയുണ്ട്? ഈ ജമാഅത്തിലെ കമ്മിറ്റി ഒതു കൊടുക്കുക, കൈയെടുക്കാൻ നിസ്കരിക്കാൻ ഒതു കൊടുക്കണേ. ആ ജമാഅത്തിലെ കമ്മിറ്റി ആ ഉസ്താദ് ആരാണ്? ഇപ്പോൾ ഉസ്താദാണ്. അവിടുത്തെ ഉസ്താദിനെ ഓടിച്ചു വിട്ടാ. അവിടെ എന്താ പള്ളിയിൽ പ്രശ്നം? ഇവിടെ എന്താ പള്ളിയിൽ പ്രശ്നം? അപ്പോൾ കയ്യും കഴുകി തലയും തടവി കാല് കഴുകുന്ന നേരത്ത് ആ ജമാഅത്ത് എത്ര നല്ല പാങ്ങുള്ള ജമാഅത്തല്ല അതിട്ടോ എൻ്റെ കാല് കഴുകി. എന്നിട്ട് സല്ലല്ലാഹി തആല അർബഅ റകഅത്തിൻ മുഖ്തദിൽ ലിഹാദൽ ഇമാം തഹജ്ജു അല്ലാഹു അക്ബർ. അല്ല മനുഷ്യന്മാർ ഒതു കൊടുക്കുന്ന സമയത്ത് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നീ ദുനിയവിയായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവായിട്ട് നിന്റെ മുഖം അടുക്കാൻ പോവാണ്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവേ, എൻ്റെ മുഖമിതാ നിന്റെ ദർബാറിലേക്ക് ഞാൻ തിരിക്കുകയാ. അല്ലാ, ഞാൻ ഗർജുമാനസികനായി 22 ക്യാരറ്റ് മുസ്ലിമാണ്. അല്ലാ, ഒരിക്കലും ഞാൻ മുശ്രിക്കല്ല റബ്ബേ, ബഹുദൈവ ആരാധകനല്ല അല്ലാ എന്ന് റബ്ബിന്റെ മുന്നിലേക്ക് മുഖം തിരിച്ചു വെച്ചുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കണമെങ്കിൽ അതിനു മുമ്പ് അംഗശുദ്ധി വരുത്തണേ. അപ്പോ മഹാന്മാര്, സൂഫിയാക്കളായ സ്വാലിഹീങ്ങളായ മഹാന്മാര് ഒളുവെടുക്കുമ്പോൾ ദുനിയാവിന്റെ സംസാരങ്ങളൊന്നും നടത്താതിരിക്കാൻ നമുക്ക് ദുആകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ദർസിൽ പോയി പഠിച്ചാലേ പറ്റൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ യുംന വൽ ബർക വഅഊദു ബിക മിനശ് ശുഉമി വൽ ഹലക. കൈ കഴുകുമ്പോൾ, മുൻകൈ കഴുകുമ്പോൾ പറയണേ. വായിലേക്ക് വെള്ളം കയറ്റി ചീറ്റുമ്പോൾ പറയണേ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുമ്മ അഇന്നി അലാ തിലാവതി കിതാബിക. പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ, നിനക്ക് ദിക്ർ ചെയ്യാൻ എനിക്ക് തൗഫീക്ക് ഈ നാവ് കൊണ്ട് നൽകണേ അല്ലാ. മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ദുആ ചെയ്യണേ, അല്ലാഹുമ്മ അരിഹ്നി റായിഹത്തൽ ജന്ന വഅഊദു ബിക മിൻ റവായിഹിന്നാർ. അല്ലാഹുവേ, നരകത്തിന്റെ ജ്വാല, നരകത്തിന്റെ തീജ്വാല, നരകത്തിന്റെ ദുർനാറ്റത്തിൽ നിന്ന് എൻ്റെ മൂക്കിനെ നീ സംരക്ഷിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. മുഖം കഴുകുമ്പോഴാണ് നമ്മൾ ഒളുവിന്റെ നിയ്യത്ത് ചെയ്യുന്നത് എങ്കിൽ ആ മുഖം കഴുകുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബിയല്ലു വജൂഹു ഔലിയായിക വലാ തുസവ്വിദ് വജ്ഹി ബിളുൽമാതിക യൗമ തസ്വദ്ദു വജൂഹു അദായി. അല്ലാഹുവേ, നാളെ ആഖിറത്തിൽ 2 വിഭാഗം ആളുകളെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമല്ലേ. യൗമ തബിയല്ലു വജൂഹു വതസ്വദ്ദു വജൂഹ് ഫഅമ്മല്ലദീന ബിയല്ലത് വജൂഹും ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ. ഒരു വിഭാഗം ആളുകളുടെ മുഖം അതാ കറുത്ത് കരിവാളി ചിരിക്കുമത്രേ. മറ്റൊരു വിഭാഗത്തിന്റെ മുഖമതാ വെളുത്ത് വെള്ളാരം കല്ലുപോലെ തൻ്റെ റബ്ബിനെ കണ്ട് ആസ്വദിച്ചിരിക്കുമത്രേ. ആ സമയത്ത് ആ വെളുത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ പ്രകാശയോടെ ശോഭയോടുകൂടെ പ്രോജ്വലിക്കുന്ന മുഖമുള്ള ആ മുഖകാന്തിയുള്ളവരോടൊപ്പം നാളെ ആഖിറത്തിൽ കണ്ടുമുട്ടണോ. ദുആ ചെയ്യണേ. എപ്പോഴാണെന്നറിയോ?
നിങ്ങൾ വുളുവെടുക്കുമ്പോ മുഖം കഴുകുന്ന സമയത്ത് ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബയല്ലു വജൂഹു ഔലിയായി. അല്ലാഹ്, നാളെ ആഖിറത്തിൽ നിന്റെ ഔലിയാക്കളുടെ മുഖം പ്രകാശമാനമാകുന്ന ദിവസമുണ്ടല്ലോ. ഈ സാധുവിൻ്റെയും മുഖം അന്ന് നീ പ്രകാശിപ്പിക്കണേ അല്ലാ. പടച്ചവരെ, നാളെ കറുത്ത് കരുവാളിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ മുഖമുണ്ടല്ലോ റബ്ബേ. ആ ദിവസത്തിൽ എൻ്റെ മുഖം കറുപ്പിക്കല്ലേ അല്ലാ. എൻ്റെ മുഖം വെള്ളാരം കല്ലുപോലെ നീ വെളുപ്പിക്കണേ അല്ലാ. നമ്മൾ മരിക്കുന്നത് വരെ ദുആ ചെയ്തുകൊണ്ട് ഈ ഒളുവെടുത്താൽ, ഏതെങ്കിലും ഒരു സമയത്ത് ദുആ സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് മുഖം നാളെ പ്രസാദിക്കുമത്രേ. അല്ലാഹ് അതിനെ തൗഫീഖ് തരട്ടെ. നാളെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും. മുഹജ്ജിലീൻ എന്നൊക്കെയാണ് അവരെ കുറിച്ച് പറയപ്പെടുന്നത്. അവരുടെ മുഖവും കൈകാലുകളും തിളങ്ങുമത്രേ, പ്രകാശം കൊണ്ട് ബ്ലിങ്കിങ് ആവുമത്രേ. ആരാണ് അവരെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ നമസ്കരിക്കാൻ വേണ്ടി ഒളുവെടുത്തവരാ. എപ്പോഴും ഒളുവിലത്തെ നടക്കണം. ഓരോ സമയത്ത് ദുആ ചെയ്തിട്ട് ഒളുവെട്. അത് പഠിക്ക്, എൽമോടിക്ക്. ദർസിലൊന്ന് പടി, വാ. പൈസ 50 40 എന്ന് കരുതണ്ട. വാ, ഉസ്താദന്മാരത്ത് ഒന്ന് പഠിക്കുക, ഇൽമു പഠിക്കുക. ബഹുമാനപ്പെട്ട ബുഖാരി തങ്ങൾ കൊച്ചുകുട്ടിയിൽ നിന്ന് പോലും ഇൽമു കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓർക്കണേ, ഇൽമു പഠിക്കുന്നതിന് നമുക്ക് ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. മുഖം കഴിയുമ്പോ ദുആ, വലത് കൈ കഴുകുമ്പോ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി വഹാസിബ്നി ഹിസാബൻ യസീറാ. എത്ര വലിയ ദുആ ആണെന്നറിയോ മക്കളെ? ചെറിയ ദുആ അല്ല ഇത് കേട്ടോ. 5 വഖത്തിൽ നമ്മൾ ദിനം തോറും ഈ ദുആ ചെയ്തിട്ട് നമ്മൾ നമസ്കാരത്തിലേക്ക് കടന്നാൽ മരിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു സമയത്ത് ദുആ സ്വീകരിച്ചാൽ മതി. അൽഹംദുലില്ലാഹ്, നാളെ ആഖിറത്തിൽ അല്ലാഹു നമ്മുടെ ഗ്രന്ഥം വലം കൈയിൽ നൽകും കേട്ടോ. വലത് കൈ കഴുകുമ്പോ നീ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി. പടച്ചവനെ, എൻ്റെ ഗ്രന്ഥം എൻ്റെ വലത് കൈയിൽ നൽകണേ അല്ലാ. വഹാസിബ്നി ഹിസാബൻ യസീറാ. എൻ്റെ വിചാരണി വലാ മിൻ വറാഇ ളഹരി. പടച്ചവനെ, എൻ്റെ ഗ്രന്ഥം നാളെ എൻ്റെ ഇടത് കൈയിൽ നൽകല്ലേ അല്ലാ. എൻ്റെ മുതുകിൽ നീ വെച്ച് കെട്ടല്ലേ അല്ലാ. ഇടതും വലതും തമ്മിൽ വ്യത്യാസമുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹിബ്ബു തയാമുന. വലതിനെയാണ് നബി തങ്ങൾ ഇഷ്ടപ്പെടുന്നത്. കാന യബ്ദഉ ബിത്തയമ്മുൻ. വലതിനെ മുന്തിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വലതിനെ ഇഷ്ടപ്പെടുമെങ്കിൽ വലത് കൈ കൊണ്ട് കൊടുക്കണേ, വലത് കൈ കൊണ്ട് തിന്നണേ, വലത് കൈ കൊണ്ട് കുടിക്കണേ. ഇന്ന ശൈത്താന യശ്റബു ബിശിമാലിഹി വയഅകുലു ബിശിമാലിഹി. ശൈത്താനും പിശാചുക്കളുടെ കൂട്ടമാണ് ഇടത് കൈ കൊണ്ട് തിന്നുന്നത്, കുടിക്കുന്നത്. ഇടത് കൈ കൊണ്ട് തിന്നല്, കുടിക്കരുത്. വലത് കൈ കൊണ്ട് തിന്നണേ, കുടിക്കണേ. ഷർട്ട് ഇട്ടാലും വലത് കൈ കൊണ്ടിടണേ. പാൻറ് ധരിച്ചാലും വലത് കാല് കൊണ്ട് ധരിക്കണേ. ചെരുപ്പ് ധരിച്ചാലും വലത് കാല് കൊണ്ട് ധരിക്കണേ. അത് ഊരുമ്പോൾ, അത് അഴിക്കുമ്പോ ഇടത് കൈ കൊണ്ട് അഴിക്കണേ, ഇടത് കാല് കൊണ്ട് ചെരുപ്പ് ഊരണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് ധരിക്കേണ്ടത് പോലും നമ്മളോട് പഠിപ്പിച്ച് തന്നിട്ടാ പോയത്. ജട്ടി ധരിക്കുമ്പോ, പാൻറ് ധരിക്കുമ്പോ, സർവാള് ധരിക്കുമ്പോ ഇരുന്നിട്ട് വേണം നിങ്ങൾ ധരിക്കാൻ. സുന്നത്ത് നിന്നുകൊണ്ടല്ല ധരിക്കേണ്ടത് കേട്ടോ. അതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് പോലും ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്ത് വേറെ എന്താ വേണ്ടേ? അതിനപ്പുറത്ത് നമുക്കെന്താണ് വേറെ വേണ്ടത്? അത് ഇൽമു പഠിച്ചെങ്കിലല്ലേ പറ്റൂ. അതുകൊണ്ട് ഇടത് കൈയിലോ പിറകുഭാഗത്തോ നമ്മുടെ കിതാബ് കിട്ടാൻ പാടില്ല. അതാണ് നമുക്ക് വലത് കൈയിലാണ് നമുക്ക് കിട്ടേണ്ടത്, വലത് കൈയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ
വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ സന്തോഷത്തോടുകൂടി തൻ്റെ കുടുംബത്തേക്ക് സമീപിച്ചിട്ട് പറയും, കേട്ടോ ദാദാ നോക്കണേ നോക്കണേ, എൻ്റെ കയ്യിൽ ഇതാ കിതാബ് തന്നിരിക്കുന്നു, വായിക്കണേ വായിക്കണേ. +2 നല്ല മാർക്ക് കിട്ടി, ഫുൾ മാർക്ക് കിട്ടി. എൻ്റെ മാർക്ക് ലിസ്റ്റ് കണ്ട എൻ്റെ മാർക്ക് ലിസ്റ്റ് ഉപ്പ എൻ്റെ മാർക്ക് ലിസ്റ്റ് കണ്ട. ഇത്ര സന്തോഷത്തോടു കൂടി കൊണ്ട് കൊടുക്കുന്നത് പോലെ നാളെ ആഖിറത്തിൽ വലത് കയ്യിൽ കിതാബ് കിട്ടിയാൽ അവർ സന്തോഷത്തോടു കൂടി എല്ലാവരും വായിക്കും എൻ്റെ കിതാബ് എൻ്റെ കിതാബ് എൻ്റെ കിതാബ്. വലത് കയ്യിൽ, ഇടത് കയ്യിലോ അള്ളാഹു പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇടത് കയ്യിൽ കിതാബ് കിട്ടിയാൽ ഓർത്തോ അവൻ്റെ കാര്യം പോയി. വസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മൻളൂദ് വളില്ലിം മംദൂദ് വമാഇൻ മസ്കൂബ് وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലതുപക്ഷക്കാർ 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 എന്ന് പറഞ്ഞാൽ ആരാ? UDF-ഉം. ഇടതുപക്ഷക്കാർ 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 എന്ന് പറഞ്ഞാൽ LDF-ഉം അല്ല, വലതുപക്ഷക്കാർ. അസ്ഹാബുൽ യമീൻ, വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ, അവർ സുഗലോലുപതയുടെ മടിത്തട്ടിലായിരിക്കും. ഇടതുപക്ഷക്കാർ, ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ, അവർ നരകത്തിൻ്റെ തീച്ചൂളയിലായിരിക്കും. ഖുർആൻ. അള്ളാഹു നമ്മളെ വലതുപക്ഷക്കാരിൽ പെടുത്തുമാറാകട്ടെ. അസ്ഹാബുൽ യമീനിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് വലത് കയ്യിൽ കിതാബ് കിട്ടണം. അതുകൊണ്ട് ദുആ ചെയ്യുന്നു, ഒളു കൊടുത്തിട്ട് ദുആ ചെയ്യും. ഒളു കൊടുക്കുന്ന സമയത്ത് വലത് കൈ ഇടത് കൈ. സംസാരം ഒഴിവാക്ക്, ദുനിയാവിലെ സംസാരം ഒഴിവാക്ക്. തലതടവുന്ന സമയത്ത് ദുആ ചെയ്യണേ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൗമ യുക്ശഫു അൻ സാഖി വയുദഊന ഇലാ സുജൂദ് ഫലാ യസ്തതിഊൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല وقد كانوا يدعون إلى السجود وهم سالمون. നാളെ മഹ്ശറ വൻസഭയിൽ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന ദിവസമാ. അവൻ്റെ തലയ്ക്ക് മീതെ സൂര്യൻ ഗർജിച്ച് നിൽക്കുകയാ, ശരീരമാസകലം വിയർത്ത് ഒഴുകുകയാ. ആ സമയത്ത് നമുക്ക് തണല് വേണോ? ചെറുപ്പക്കാരാ, നിങ്ങൾ നമസ്കാരമുള്ളവരാണെങ്കിൽ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ആരാണോ യുവത്വത്തിൽ ഇബാദത്ത് ചെയ്തത്, തൊണ്ടനാവുമ്പോഴും തൊണ്ടിയാവുമ്പോഴുമല്ല ഇബാദത്ത് ചെയ്യേണ്ടത്. ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനായി ബാല്യക്കാരനായിരിക്കുമ്പോൾ മസിൽ പവറോടുകൂടി ജിമ്മനായിരിക്കുന്ന സമയത്ത് നമസ്കരിക്കുമ്പോഴാ. ആ നമസ്കാരമാണ് അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായത്. അല്ലാതെ വയസ്സായ മുട്ടുകാല്, ചങ്കുവേദന, നടുവ് വേദന, ഊരവേദനയെടുത്ത് കസേരയുമായി പോയിരുന്ന് നമസ്കരിക്കുന്ന നമസ്കാരത്തെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് നീ ആരോഗ്യത്തോടു കൂടിയുള്ള കാലഘട്ടത്തിലെ നമസ്കാരമാണ്. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, സബഅത്തു യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുല്ലാഹ്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ നൽകപ്പെട്ട 7 വിഭാഗം ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നബി തങ്ങൾ ഒരുപാട് പേരെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അതിൽ പറയപ്പെട്ടു, ശാബൻ, ഒരു ചെറുപ്പക്കാരനാ, നശഅ ഫീ ഇബാദത്തില്ലാഹ്. കുടിച്ചു കുടിച്ച് കഞ്ചാവടിച്ച് നടക്കല്ലേ, കഞ്ചാവടിച്ച് ജീവിച്ച് മരിച്ചു പോവല്ലേ. ചെറുപ്പക്കാരാ, 10 വർഷം എണ്ണിക്കോ, ഇന്നു മുതൽ നിങ്ങൾ എണ്ണിക്കോ. ഈ കഞ്ചാവടിക്കുന്നവന്റെ 10ാമത്തെ വർഷത്തോടുകൂടി അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പ്രവർത്തനരഹിതമായി പോവും കേട്ടോ. പിന്നീട് അവന് സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റൂല. അവന്റെ ഉമ്മയെ ആര്, ഉപ്പയാര്, അവന്റെ പെങ്ങളാരെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് പോലും അവനുണ്ടാവുകയില്ല. അവന്റെ ബുദ്ധി
ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുകയാ, അവന് ശരീഅത്തിൽ നിന്ന് അവൻ അകന്നു പോവുകയാ. അവൻ മരിച്ചു പോയാലോ അവന്റെ മയ്യത്ത് ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ പോലും അടക്കരുതേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളാ പഠിപ്പിച്ചത്, ഇദ്ഫനൂ മൗതാക്കും വസത ഖൗമിൻ സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ ഖബർസ്ഥാനിൽ നിങ്ങളുടെ മയ്യത്ത് അടക്കണം കേട്ടോ. മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന, അമ്പിയാക്കൾ ഉറങ്ങുന്ന, സഹാബാക്കൾ ഉറങ്ങുന്ന, ശുഹദാക്കൾ ഉറങ്ങുന്ന, സിദ്ദീഖീങ്ങൾ ഉറങ്ങുന്ന, സ്വാലിഹീങ്ങൾ ഉറങ്ങുന്ന ഖബർസ്ഥാനിൽ നിന്റെ മയ്യത്ത് കൊണ്ടുപോയി അടക്കണേ. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജന്നിബൂഹു ജാറസൂ. അഹങ്കാരി തമ്മാടിയുടെ മയ്യത്ത് ആ ഖബർസ്ഥാനിൽ നിന്ന് മാറ്റി അടക്കണം കേട്ടോ. ആരാണ് അവരെന്നറിയുവോ? കഞ്ചാവടിച്ച് മരിച്ചു പോയവനാ, കള്ളു കുടിച്ച് മരിച്ചു പോയവനാ. മൻ ശരിബൽ ഖംറ അഅറദല്ലാഹു അൻഹു 40 യൗമാ. ഒരാള് മദ്യപിച്ച്, ഒരാള് കഞ്ചാവടിച്ച് 40 ദിവസം അല്ലാഹു അവന്റെ മേൽ തിരിഞ്ഞു നോക്കൂല. അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. ആ സമയത്തെങ്ങാനും മരിച്ചു പോയാൽ നഊദു ബില്ലാഹ്, അവൻ നാളെ നരകത്തിലാണ്, നരകത്തിലാണ്. കാരണം മൻ ശരിബൽ ഖംറ നസഅല്ലാഹു മിൻ ഖുലൂബിഹിം അൽ ഈമാന കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു മിൻ റഅസിഹി ഔ കമാ ഖാല അലൈഹിസ്സലാം. ഒരാൾ കഞ്ചാവടിച്ചാൽ അവന്റെ ഈമാൻ അല്ലാഹു പറിച്ചെടുത്ത് കളയുമത്രേ. ഒരാൾ തൻ്റെ ശരീരത്തിൽ കിടക്കുന്ന കുപ്പായം അവന്റെ തലയുടെ മുകളിലൂടെ വലിച്ചൂരിയെടുക്കുന്നത് പോലെ കഞ്ചാവടിച്ച മുസ്ലിമേ, നിന്റെ ഖൽബിൽ നിന്ന് അല്ലാഹ് ഈമാൻ പറിച്ച് കളഞ്ഞടാ. ആ സമയത്തെങ്ങാനും നീ മരിച്ചു പോയാൽ നീ നാളെ പോകുന്നത് നരകത്തിലാണ് കേട്ടോ. നീ ഖബറിലേക്ക് പോകുമ്പോ അഖ്ഫസഫറത്ത് ജഹന്നമു ഹീന ഖുദൂമിഹാ. ആ ഖബർസ്ഥാൻ പ്രകമ്പനം കൊള്ളുമത്രേ. ആ ഖബർ പ്രകമ്പനം കൊള്ളുമത്രേ. അതിൻ്റെ പേരിൽ അടുത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് പോലും ദോഷമുണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മദ്യപിച്ച് മരിച്ചുപോയവന്റെ മയ്യത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കല്ലേ. ജന്നിബൂഹു ജാറസൂ. മാറ്റിയടക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇൽമു പഠിച്ച് നമസ്കാരത്തിലേക്ക് അടുക്ക് പൊന്നുമോനെ. നിനക്ക് നാളെ അല്ലാഹു അർശിന്റെ തണൽ തരും കേട്ടോ. ഒരു വയസ്സന് അർശിന്റെ തണൽ കൊടുക്കാമെന്നല്ല റസൂലുള്ള പറഞ്ഞത്. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. നിന്റെ യുവത്വത്തിൽ ഹറാമുകൾ ഒഴിവാക്കിയിട്ട് പള്ളിയുമായി ബന്ധപ്പെട്ടാൽ അല്ലാഹു നിനക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അർശിന്റെ തണൽ തരുമത്രേ. നമുക്ക് വേണ്ടി കരയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരാൾ മരിച്ചാൽ, ഒരാൾ മരണപ്പെട്ടാൽ കരയും. നമ്മുടെ വാപ്പ ഉമ്മ ഭാര്യ സന്താനങ്ങളൊക്കെ കുറച്ച് ദിവസം കരയുള്ളൂ. നമ്മൾ മരിച്ചാൽ കുറച്ച് ദിവസം കരയും. പക്ഷെ എന്നാൽ കൂടുതൽ ദിവസം കരയുന്നവർ ആരാന്നറിയോ? 40 ദിവസം കരയും. തബ്കി അലൈഹി മുസല്ലാഹു 40 യൗമാ. ഒരു നമസ്കാരക്കാരൻ പള്ളിയിൽ കൃത്യമായി വന്ന് നമസ്കരിക്കുന്ന ഒരു വ്യക്തി മരിച്ചുപോയാൽ തബ്കി അലൈഹി മുസല്ലാഹു 40 യൗമാ. അവന്റെ മുസല്ല അവന് വേണ്ടി 40 ദിവസം കരയുമത്രേ. വമസ്അദു അമലിഹി മിനസ് സമാ. അവന്റെ നമസ്കാരം ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്ന ആ സമയങ്ങളുണ്ടല്ലോ, ആ സന്ദർഭങ്ങളും ആ സ്ഥലങ്ങളുമുണ്ടല്ലോ, അതെല്ലാം അവന് വേണ്ടി കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയിൽ നിസ്കരിച്ചിട്ട് മരിച്ചുപോയാൽ ആ മുസല്ല കരയും 40 ദിവസം.